ഡ്രൈവിംഗ് ലൈസൻസ് മതി. ഒരു ഡ്രൈവർ ആകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസാണ്. ശരിയല്ലേ? ആണോ? അതെ. ഏത് ഒരു പോസ്റ്റിൽ ഡ്രൈവറായിട്ട് പോകണമെങ്കിലും, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവറായിട്ട് പോകണമെങ്കിലും അവിടെ പറയുന്ന എക്സ്പീരിയൻസ് 2 അല്ലെങ്കിൽ 3 വർഷം. ശരിയല്ലേ? കേരള പോലീസിലാണെങ്കിലും മിലിറ്ററിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവിടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അറിയാവുന്നല്ലോ. 10 വർഷം എക്സ്പീരിയൻസ് വേണം ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ. വേണ്ടേ? ഇനി നമ്മൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഹെവി ആണെങ്കിലും, ഹെവി മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും അതിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നതിനുള്ള കാരണം ഇനി വഴിയിലുള്ള ചെക്കിങ്ങിൽ നിങ്ങളുടെ ലൈസൻസ് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് കുറവുണ്ടെങ്കിൽ 2 പേർക്കെതിരെയാണ് നടപടി വരുന്നത്. ഒന്ന് വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെയും ആ വാഹനം കൊടുത്തുവിട്ട ഉടമയ്ക്കെതിരെയും. 10 വർഷത്തെ എക്സ്പീരിയൻസ് പറയാനുള്ള കാരണം എന്താ? ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കുട്ടികളാണ്. കുട്ടികൾക്ക് നിറങ്ങളോടും വേഗതയോടുമാണ് ക്രേസ്. വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ അയാൾ ഡേഞ്ചറസ് ആയിട്ടാണ് വാഹനം ഓടിക്കുന്നത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാകില്ല. ഡ്രൈവർ മാമൻ സൂപ്പറാന്നേ പറയത്തുള്ളൂ. എന്നാൽ ഇത് പ്രൈവറ്റ് ബസ്സിലോ ഒരു KSRTC ബസ്സിലോ ഒരു ടൂറിസ്റ്റ് ബസ്സിലോ ആണ് ഡ്രൈവർ വാഹനം ഓടിക്കുന്നതെങ്കിൽ നമ്മൾ ആ നിമിഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ വേണ്ട രീതിയിൽ നമ്മൾ പ്രതികരിക്കും. കുട്ടികൾ പ്രതികരിക്കില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു എന്ന് ഉറപ്പ് നമുക്കുണ്ടായതുകൊണ്ടാണ് സ്വസ്ഥതയോടുകൂടി ഇരിക്കുന്നത്. വീട്ടിൽ നിന്നും 7:30-ക്കോ 8 മണിക്കോ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നൊരു കുട്ടി തിരിച്ച് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തുന്നില്ല എങ്കിൽ നമ്മൾ ജീവിക്കുന്നതിനാണ്. അപ്പോൾ ഓരോ വാഹനത്തിലും കയറുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളാണെന്നൊരു തോന്നലുണ്ടായാൽ മാത്രമേ ഈ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇതിനൊരു ജോലി എന്നതിനുപരി ഇത് ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂൾ ബസ് ഡ്രൈവർമാരും അതുപോലെ തന്നെ അതിൻ്റെ അറ്റൻഡർമാരും. ഒരു നിമിഷം നമ്മൾ 365 ദിവസത്തിൽ 364 ദിവസവും മാന്യമായി ജോലി ചെയ്തു എന്ന് പറയുന്നത് കാണിക്കുന്ന ഒരു ദിവസത്തെ ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കാം ഒരു വലിയൊരു അപകടത്തെ കൊണ്ടെത്തിക്കുന്നത്. ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഒരു ഡ്രൈവർ കാണിച്ച ഒരൊറ്റ പണി എത്ര കുടുംബങ്ങൾ അനാഥമായെന്നറിയണം. ഉദ്ദേശിച്ച രീതി മനസ്സിലാക്കണമല്ലോ. ഒറ്റ ഒരാൾ കാണിച്ചതാണ്. നിയമം കംപ്ലീറ്റ് മാറ്റി എഴുതുന്ന ഒരു പ്രവൃത്തിയായി പോയത്. ഇത് നമ്മൾക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ പ്രവൃത്തി, ഒരാളുടെയും ജീവനെടുക്കാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ മാന്യമായ പെരുമാറ്റം, മാന്യമായ രീതിയിൽ വാഹനം ഓടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ റൂട്ട് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഴയ റൂട്ട് തന്നെ ആവാം. സ്റ്റോപ്പുകൾ മാറി, കുട്ടികളുടെ എണ്ണം മാറി. സംഭവിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുക. വാഹനം അലോട്ട് ചെയ്തു, കുട്ടികൾ എവിടെ നിന്ന് എവിടെ വരെയാണെന്ന് തീരുമാനിച്ചു. വൈകിട്ട് 4 മണിക്ക് ഇവിടെ നിന്ന് കുട്ടികളുമായിട്ട് പുറപ്പെടുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഈ റൂട്ട് ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ 5:05 നമ്മളിവിടെ എത്തും. ഒരു ഉദാഹരണം പറയുന്നത് 5:05 എത്തും. അപ്പോൾ നമുക്ക് മനസ്സിലായി 12 കിലോമീറ്റർ 1 മണിക്കൂർ 5 മിനിറ്റും. പിറ്റേ ദിവസം വാഹനം ഓടിക്കാൻ സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താ? വേറെ എന്തെങ്കിലും തീരുമാനത്തിലേക്ക് എത്തുമോ? 1 മണിക്കൂർ 5 മിനിറ്റ് ഉള്ളത് എന്താ ചെറിയൊരു പുഞ്ചിരിയൊക്കെ വന്നേ ഉള്ളത് 5:05 എന്നുള്ളത് ഓട്ടത്തിൽ പിടിച്ച അതാ ചിരി തുടങ്ങി. 5 മണിയാക്കാം. അപ്പോൾ ഇവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളോടൊന്ന് ഒത്തുപിടിച്ചാൽ നമുക്ക് 4:55 ആക്കാം. സത്യമെന്ന് പറഞ്ഞേ. ആദ്യത്തെ ദിവസം എന്ത് മാന്യമായ പെരുമാറ്റം എന്നറിയോ? ബാഗ് കുട്ടിയുടെ നമ്മളെടുക്കുന്നു, ഓരോ സ്റ്റെപ്പും പിടിച്ചിറക്കുന്നു, ഇറക്കിയതിന് ശേഷം റോഡ് മുറിച്ച് കടന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് പാഴ്സൽ ഏൽപ്പിക്കുന്നു, ടാറ്റ പറയുന്നു, വന്ന് കയറുന്നു. ഇതെല്ലാം അക്ഷമയോടെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വിഭാഗം. ഇത് ഇത്രയൊന്നും നാടകം വേണ്ട. ഓട്ടത്തിൽ പിടിക്കണം.
രണ്ടാമത്തെ ദിവസം മുതൽ ബാഗ് എടുക്കുന്നു, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കാല് വെക്കുന്നു. നേരത്തെ വെച്ചുകൊണ്ടിരുന്ന 8 സ്റ്റെപ്പിന് വരെ 3 സ്റ്റെപ്പ് കൊണ്ട് കൊണ്ടുവന്ന് തള്ളി വിടുന്നു, കയറുന്നു. മൂന്നാമത്തെ ദിവസവും സ്റ്റോപ്പായി, ബാഗ് എടുത്തോ? ചോദ്യം ആരോട്? കുട്ടികളോട്. സത്യമാണെന്ന് പറഞ്ഞേ? ആണോ? ആണ്. ഇതിനകത്ത് കുറച്ച് നിഷ്കളങ്കരുണ്ട്, അവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ബസ്സിനകത്ത് ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ലല്ലോ, പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം പറഞ്ഞത് അവിടെ നിന്ന് ഈ കുട്ടിയെ ഇറക്കി അവിടെ വിട്ടിട്ട് ടിൻ പോട്ടെ. മൂന്നാമത്തെ ദിവസം. നാലാമത്തെ ദിവസം ഇത് തുറക്കാനുള്ള വാതിലല്ലേ, എന്തിനാ അടയ്ക്കുന്നേ? 4-ാം ദിവസം. ശരിയാണോ? 5-ാം ദിവസം മുതൽ ഈ കുട്ടി എവിടെയാണോ എങ്ങനെയാണോ എന്നറിയത്തില്ല, നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഒരു വാട്സപ്പ് ഇരിപ്പുണ്ടാവും. കുട്ടികൾ അവിടെ നിന്നാണോ യാത്ര ചെയ്യുന്നത്, ഇരുന്നാണോ യാത്ര ചെയ്യുന്നത് അവിടെ നോക്കുന്നില്ല. ഒരു സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ കുട്ടി താഴെ വീണിട്ടുണ്ടാവും. ഇത് ചിലപ്പോൾ ഒരു ദിവസമല്ല, വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമേ സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വരത്തുള്ളൊരു ഡ്രൈവർക്ക്. ബാക്കിലിരിക്കുന്ന കുട്ടി മറിഞ്ഞ് വീണ് തല പൊട്ടുകയോ തലയ്ക്ക് എന്തെങ്കിലും പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി ഈ വിഷയം മാറി. ശരിയാണല്ലോ? ഈ ഒരു സാഹചര്യം ബ്രേക്ക് തന്നിരിക്കുന്നത് എമർജൻസി ആയിട്ട് പ്രസ് ചെയ്യാനും അല്ലാതെയുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ 2 വിഭാഗം കൂടിയാണ്.